ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ബേസ് ക്രാഫ്റ്റുമായിട്ടാണ്. നമ്മൾ വെറുതെ കളയുന്ന ഒരു കാർഡ്ബോർഡിൽ നിന്നും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടുണ്ടാക്കിയെടുത്താലോ, ആ വീട്ടിൻ്റെ വാതിലിലൂടെ നമുക്ക് നമ്മുടെ വേസ്റ്റ് ബിൻ കവേഴ്സ് എടുത്ത് വെക്കാൻ പറ്റുമെങ്കിലോ അടിപൊളിയായില്ലേ? നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വരയ്ക്കാൻ പോകുന്ന വീടിൻ്റെ ഒരു ഔട്ട്ലൈൻ കാർഡ്ബോർഡിലേക്ക് വരച്ചു വെക്കുക. അതാണ് ആദ്യ സ്റ്റെപ്പ്. വീടിൻ്റെ കാർഡ്ബോർഡ് പീസസിന് അത്യാവശ്യം കട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ്. നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളി നീക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് പീസസ് 3-4 കാർഡ്ബോർഡ് പീസസ് എടുക്കുക. അത് പശ വെച്ച് വളരെ നല്ല രീതിയിൽ ഒട്ടിച്ച് വെക്കുക. എല്ലായിടത്തും നല്ല രീതിയിൽ പശ അപ്ലൈ ചെയ്ത് നല്ല കട്ടിയുള്ളൊരു പീസാക്കി എടുക്കുക. ഫ്രണ്ടിൻ്റെ മേൽക്കൂര പോർഷന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ ചെറിയ 4-5 കബോർഡ് ഈക്വൽ സൈസിലെടുത്തിട്ട് അത് നമ്മൾ പശ വെച്ച് വളരെ നല്ല രീതിയിൽ ഒട്ടിച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ച് അതിന് നമ്മൾ ആ കട്ടിയുള്ള പീസസ് 2 സെറ്റ് കട്ടിയുള്ള പീസസ് ഈക്വൽ ലെങ്തിലുള്ളത് എടുത്ത് മാറ്റി വെക്കുക. മേൽക്കൂര പോർഷൻ്റെ തൊട്ട് നടുവിലായിട്ട് ഇതുപോലൊരു ചെറിയൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യണം. ഏകദേശം രണ്ടിനും ഈക്വൽ ലെങ്തിൽ വേണം അത് ഉണ്ടാക്കാൻ. കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വീടിൻ്റെ മിഡിൽ പോർഷൻ നമ്മൾ അതിലേക്ക് കയറ്റി വെച്ച് നോക്കുന്ന ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത മേൽക്കൂരയുടെ പോർഷൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ, ആ ബാക്ക് വശവും നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. കട്ട് ചെയ്ത പോർഷൻസ് വെച്ച് നോക്കി അതിന് പാകമായ രീതിയിലുള്ള മാർക്കിങ്സ് നമ്മൾ ആ കബോർഡിൽ അല്ലെങ്കിൽ ബോക്സിൽ ഉണ്ടാക്കി അതിനുശേഷം നമ്മളൊരു നൈഫ് വെച്ച് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ആ ബാക്ക് വശം കട്ട് ചെയ്ത് കൂർത്ത് വെച്ചിരിക്കുന്ന പീസസ് അതിലേക്ക് നമ്മൾ കയറ്റി വെച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫേം ആക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ മിഡിൽ പോർഷൻ്റെ ടോപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ ട്രയാങ്കിൾ ഷേപ്പിൽ റൂഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രണ്ട് പോർഷൻ സെറ്റായതിന് ശേഷം നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും 2 ജനാനകൾ വേണം. അതിൻ്റെ ഏകദേശം ഒരു വിട്ടിൽ വളരെ ചെറിയൊരു കട്ടിംഗ് ആയിട്ട് വേണം അത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കട്ടിങ്ങിലൂടെയാണ് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കവേഴ്സിൻ്റെ പോർഷൻസ് പുറത്തേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ജനല രീതിയിലാക്കാൻ വേണ്ടി 2 സൈഡിലും ഒരു നൈഫ് വെച്ച് ഏകദേശം ഒരേ ഹൈറ്റിലും ഒരേ വിട്ടിലും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത്തിരി വേഗത്തിൽ ചെയ്തുകൊണ്ട് കുറച്ച് അപാകതകളുണ്ട്. പക്ഷേ നിങ്ങളതൊക്കെ പരിഹരിച്ച് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു ഊഹമൊക്കെ ആയിക്കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇത് ഫുൾ ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ച് കവർ ചെയ്യുക. കാരണം എങ്കിലേ നമുക്ക് കടിക്കുന്ന കളേഴ്സിനും അത്യാവശ്യം ഫിനിഷ് വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പീസസിനൊക്കെയാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്യണം, റൂഫിനെ സെപ്പറേറ്റ് കട്ട് ചെയ്യണം. പക്ഷേ അത്രയും മെനക്കെട്ടാലേ നമുക്കതൊരു ഫിനിഷ് കിട്ടത്തുള്ളൂ. നല്ല രീതിയിൽ നമ്മളിത് കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് കളർ അപ്ലൈ ചെയ്യാവുന്നൊരു പാകത്തിനാകും. ഒരു 90% എങ്കിലും നിങ്ങൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള പീസസ് ഇതിന് ഇങ്ങനെ വരും. പിന്നെ മുകളിലൂടെ ഞാനൊരു വളരെ ഡാർക്ക് കളർ ബ്രൗൺ കളറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഒരു വുഡിൻ്റെ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുക. അത് വളരെ സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാം പേപ്പർ ഉണങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഇമ്മീഡിയറ്റ്ലി കളർ അപ്ലൈ ചെയ്തുകൊണ്ട് കുറച്ച് ചുളിവൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ വെച്ചാൽ വെയിറ്റ് ചെയ്യുക. റൂഫിനൊരു കുറച്ച് ബ്ലാക്ക് കളറൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫെവിക്കോളിൻ്റെ കുഞ്ഞ് കുപ്പി എടുക്കും. എന്നിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് പോർഷൻ ഡോസും വിൻഡോസുമാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫെവിക്കോൾ വെച്ച് കൊടുക്കുന്നത്. അത് വേണമെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് രാത്രി അപ്ലൈ ചെയ്ത് വെച്ച് രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ വൈറ്റ് കാണില്ല, എല്ലാം കംപ്ലീറ്റ് ബ്രൗൺ ആയിട്ട് തന്നെ നിൽക്കും. അതിൻ്റെ മുകളിലൂടെ വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ കുഞ്ഞ് വീട് റെഡിയാവുന്നത്. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന രീതിയിൽ ഈ വലിയ സ്റ്റിക്സ് ഒക്കെ വെച്ച് ഒട്ടിക്കാൻ പറ്റും, ഒരു പെർഫെക്ഷൻ കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അത്ര മെനക്കെട്ടിട്ടില്ല. അതിനുശേഷം നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേൽവശം നമ്മളൊന്നും ചെയ്തിട്ടില്ല തൽക്കാലം. റൂഫ് വേണമെങ്കിൽ ഇതുപോലെ റൂഫ് മേൽവശവും ചെയ്യാം. പക്ഷേ സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ അത്രയും ചെയ്യുന്നില്ല. മേളിൽ കൂടെ നമ്മൾ കവേഴ്സിൻ്റെ റോൾ വെക്കുകയാണ്. ഇതുവഴി ഇങ്ങനെ വലിച്ചു കഴിയുമ്പോഴത്തേക്കും കവർ പുറത്തേക്ക് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ആ ഫോട്ടോ എനിക്ക് അയച്ചു തരിക. ഈ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതിന് വരെ ബൈ.